ഹലോ, നമസ്കാരം. കണ്ണൂർ വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാൻ നടക്കുന്ന ഫ്ലവർ ഷോ നഗരിക്കുള്ളിലാണുള്ളത്. അപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് വർണ്ണങ്ങളിലുള്ള വ്യത്യസ്തമായ പൂക്കൾ നമുക്ക് പറയാറുണ്ട്. മഴവില്ലിന് 7 നിറങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെങ്കിൽ പല നിറങ്ങളായിട്ട് ഇങ്ങനെ സംയോജിക്കുമ്പോൾ മറ്റൊരു നിറമായിട്ട് മാറും. അങ്ങനെ പറഞ്ഞ പോലെയാണ് ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നിറങ്ങളുള്ള പൂക്കൾ ഇവിടെയുണ്ട്. പൂക്കളുണ്ട്, പിന്നെ പൂ വിരിഞ്ഞിരിക്കുന്ന ചെടികളുണ്ട്, അല്ലാതെ മുട്ടിട്ടെടുക്കുന്ന ചെടികളുണ്ട്. അതുപോലെ തന്നെ ചെടികൾ മാത്രമല്ല, അതായത് കായ്കനികൾ, നമ്മുടെ മാങ്ങയായി കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്കായി കഴിഞ്ഞാലും മുസമ്പി ആയി കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കായ്കളുടെ ചെടികളൊക്കെ നമ്മുടെ ഈ ഒരു പുഷ്പോത്സവ നഗരിയിലുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. അതിനിടയിലാണ് നമ്മൾ ചെറിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കളിലൂടെ നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന 2 അമ്മമാരെയാണ്. അമ്മമാരിങ്ങനെ ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൂക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പേരെന്താ? ശ്രീലത. അമ്മ സ്ഥലം എവിടെയാ? കളാപ്പ് അമ്പലത്തിനടുത്താ? എക്സോറയുടെ അടുത്താണ്. ഓക്കെ. ജോലി എന്തായിരുന്നു? വീട്ടിൽ തന്നെയാണ്. അമ്മയുടെ പേരെന്താ? എവിടെയാ വീട്? വീട് അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ്. അപ്പം ഒരുപാട് ചെടികളുണ്ട് വീട്ടില്? ഇല്ല, ഒരുപാടില്ല. അത്യാവശ്യമുള്ള 1-2 ചെടികളുടെ പേര് പറഞ്ഞു. പൂക്കളുള്ള ചെടികളുടെ പേര് വീട്ടിലുള്ളത് കുറച്ച് എന്താണ് പറയാ, കുറച്ച് ചെമ്പരത്തി ഉണ്ട്, റോസ് ഒക്കെ ഉണ്ട്. ചെമ്പരത്തിയൊക്കെ ഒറ്റ കളറുള്ള ചെമ്പരത്തിയാണോ? പുതിയ വീട്ടിലേക്ക് ഇപ്പൊ മാറിയതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ചെടികൾ വേണം, അതിനുവേണ്ടി വന്നതാണ്. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള പൂ ഏതാ? റോസ്. അമ്മയ്ക്കേതാ? റോസ് തന്നെയാണ് അല്ലേ? പെട്ടെന്ന് ചേമന്തി ഒരേ വേണ്ട. പെട്ടെന്ന് ഒരാൾ പറഞ്ഞാൽ പെട്ടെന്ന് പറയും റോസ് എന്ന് പറയും. ഈ റോസിന്റെ പല നിറത്തിലുണ്ട്, പക്ഷെ റോസ് എന്ന് പറയാം അല്ലേ? ഒരുപാട് റോസ് ഉണ്ട്, പല റോസും ഉണ്ട്, പല നിറത്തിലുണ്ടെങ്കിലും പറയുന്ന ഒറ്റ കളറാ റോസ് എന്ന് പറയും അല്ലേ? അപ്പൊ ഞാൻ ചെറിയൊരു പൂവിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. ഓക്കെ. അതായത് ഒരു പൂവിന്റെ പേരാണ്. അതിന് ചന്ദ്രക്കലിട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വസ്തുക്കൾക്കും ഉണ്ടാവും. നമ്മുടെ വീടിനുണ്ടാവും, പല വസ്തുക്കൾക്കും ഉണ്ടാവും. എന്താണെന്നാണ് ചോദ്യം. ഒരു പൂവാണ്, പൂവിന്റെ പേരിന് ചന്ദ്രക്കലിട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വസ്തുവിനുണ്ടാവും, വസ്ത്രത്തിനുണ്ടാവും, സ്ഥലത്തിനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്താണ്? റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. പറയാം. ഒരു പൂവിന്റെ പേരാണ്, അതിന് ചന്ദ്രക്കലിട്ട് കഴിഞ്ഞാൽ സ്ഥലത്തിനും വസ്ത്രത്തിനും പാത്രത്തിനും ഒക്കെ ഉണ്ടാവും. കിട്ടിയില്ല. അപ്പൊ എന്നാൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? സുഖം. സാറിന്റെ സ്ഥലം? അലവിൽ കാവിന്റെ അടുത്താണോ? ഉത്സവമാണ്. അപ്പൊ അതിന്റെ തിരക്കും കൂടി ഉണ്ട്. നാളെയാണ്. അപ്പൊ സാർ പേരെന്താ പറഞ്ഞ? മുഹമ്മദ്. ജോലി എന്താണ്? ഗൾഫിലായിരുന്നു. ഓക്കെ. പേരെന്താ? ഷാഹിന. അപ്പൊ നിങ്ങൾ 2 പേരെ വന്നുള്ളൂ? അപ്പൊ ചെടികൾ ഒരുപാടുണ്ടോ വീട്ടില്? എല്ലാ വർഷവും വരും. അപ്പൊ ഏകദേശം എത്ര പൈസ വാങ്ങിക്കും? വാങ്ങിക്കും. ഈ ഒരു തവണ വരുമല്ലോ, ഒന്നിൽ കൂടെ തവണ വരുമോ? അതാണ് ലാസ്റ്റ് നമ്മള് എല്ലാം കൂടി പിന്നെ തട്ടിമുട്ടി പോവാൻ സമയത്ത് നോക്കുമ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ പക്ഷെ കുറെ സെലക്റ്റീവ് ആയിട്ടുള്ള പൂക്കളൊക്കെ പോകും. ഉണ്ട്. അപ്പൊ ആരൊക്കെ വീട്ടിന് ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവര്? ഞാൻ നേരത്തെ ഒരു ചേട്ടനോട് കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ചാണ്, ഈ മനുഷ്യർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ 3 നേരം ഭക്ഷണം, നമ്മളെപ്പോഴും 3 നേരം ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. പക്ഷെ ചെടികൾക്ക് കൂടുതലായിട്ട് 2 നേരമാണ് വെള്ളം കൊടുക്കുന്നത്. എന്തുകൊണ്ടത്? 2 നേരം ആവശ്യമില്ല, ഒരു നേരം മതി. കിട്ടുന്നുണ്ട്. പിന്നെ 2 നേരത്തിന്റെ ആവശ്യമില്ല, ഒരു നേരം മതി. ഈ ഒരു നേരം രാവിലെയാണോ വൈകിട്ടാണോ നല്ലത്? മോർണിംഗിനാണ് അല്ലെ? ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തന്നെ ശരി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതാണ് സന്ധ്യാസമയത്ത് ഒഴിക്കാൻ പാടില്ല. ചെടി ഉറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ മനുഷ്യർ കിടന്നുറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ബക്കറ്റിൽ വെള്ളം ഒഴിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ് ചെടികളും വൈകുന്നേരം ഇച്ചിരി ക്ഷീണമൊക്കെ മാറ്റി കിടന്നുറങ്ങാൻ നേരത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിക്കും മോശമാണ്. അപ്പൊ പറഞ്ഞ പോലെ രാവിലെ ഒഴിക്കുന്നത് നല്ല. ഓരോ അറിവും വലിയ അറിവാണ്. അപ്പൊ ഞാൻ ചെറിയ ചോദ്യമാണ്. ഇപ്പൊ നേരത്തെ സാറ് കേട്ട് ചോദ്യം. അതായത് സാറിന്റെ പേരെന്താ? എവിടെ സ്ഥലം? മുണ്ടേരി മുകുന്ദൻ. അത് ശരി. ഓക്കെ. ചോദ്യമാണ്, ഒരു പൂവിന്റെ പേര്, ആ പേരിന് ചന്ദ്രക്കലിട്ട് കഴിഞ്ഞാൽ വസ്ത്രത്തിനുണ്ടാവും,
സ്ഥലത്തിനുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പല വസ്തുക്കൾക്കും ഉണ്ടാവും, പാത്രങ്ങൾക്കൊക്കെ ഉണ്ടാവും. എന്താണ്? സൺഫ്ലവർ അല്ല. തെറ്റില്ല. അല്ല, ജാസ്മിൻ അല്ല. മുകുന്ദേട്ട സുമിത്രേച്ചി വിളിക്കുന്നു. ഓ, ചെമ്പകപ്പൂവല്ല. അപ്പൊ ഓക്കെ, സന്തോഷം കാണാം. ഓക്കെ, യെസ്. രണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ, കുഴപ്പമില്ല. മൂന്നാമത്തോട് പേര് പറഞ്ഞേ. പേര് റോഷ്ന. റോഷ്ന വരുന്ന സ്ഥലം എവിടെ? കടച്ചിറയില്ല, ചാല. ചാല. ഓക്കെ. അപ്പൊ ജോലി എന്താണ്? ജോലി ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് തന്നെയാ. അപ്പൊ ഈ ഒറ്റക്കാണോ വന്നേ? അതെ. വേറെ ആരും കൂട്ടിയില്ല. അപ്പം ഈ പിന്നെ വീട്ടിലെങ്ങനെ ചെടികളൊക്കെ വലിയ വലിയ പൂന്തോട്ടമുണ്ടോ? എത്ര ഏക്കറിലുണ്ട് പൂന്തോട്ടം? ഏക്കറാ? ഏക്കറല്ല, എത്ര ഏകദേശം ചെടിയുണ്ട്? അപ്പൊ ഒരുപാട് ചെടികളുണ്ട്. ആ, അപ്പൊ 500 ചട്ടിയും ചെടിയുണ്ട്. 500 ചട്ടിയും ചെടിയുണ്ട്. 2 ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്. ആ, ഈ സെയിലുണ്ടോ? സെയിലില്ല. എന്റെ ഹസ്ബൻഡ് സമ്മതിക്കാത്തതുകൊണ്ട് സെയിലില്ല. സെയിലില്ലെങ്കിൽ സെയിൽ. ഞാൻ കണക്ക് കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പച്ചക്കറിയെല്ലാം നടുന്നാടാണ്. കടമ്പൂർ പഞ്ചായത്തിലാണ്, 13ാം വാർഡാണ്. അപ്പൊ കർഷക അവാർഡ് രാമചന്ദ്രൻ കടന്നപ്പള്ളിന്റെ അടുക്കുന്ന ഞാൻ ഒരു 2013 അങ്ങനെ ആയിരിക്കും. ശരി. അപ്പം കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പം വേറെ പച്ചക്കറി എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ട്? ഇപ്പം കുറച്ച് നമ്മളെ ആവശ്യത്തിനുണ്ട്. വിൽപ്പനയില്ല. നായി ഉള്ളതുകൊണ്ട്. നായിന്റെ പേരുന്ന എന്ത് ഷിപ്പാണ്? ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷിപ്പേർഡ്. ഷിപ്പേർഡാ? ആയിക്കോട്ടെ. അതൊക്കെ വലിയ ഹൈറ്റ് ഉള്ള ആളാണോ? അത്രയുണ്ട്. ഉണ്ടാവും. അതിന് ഫുഡ് എന്താ കൊടുക്കുന്നതിന്? നമ്മളെ ഫുഡ് നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ടൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ മനുഷ്യന്മാരുടെ ഫുഡ് തൈരും ചോറും തിന്നും. അമ്പലത്തിലെ പടച്ചോറ് വേണമെങ്കിൽ അതും തിന്നും. അത് ശരി. അല്ല, അതാണ് നമ്മളറിയോ, നമ്മള് ചെറുപ്പത്തില് അല്ല, നമ്മള് കുട്ടിക്കാലത്ത് നമ്മൾ ആരെ എന്ത് പഠിപ്പിക്കുന്നു അതുമായിരിക്കും തിന്നു. ഞാൻ പറഞ്ഞെടുക്കുന്ന. അത് ശരി. അപ്പം ഈ ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പം മനുഷ്യർ മാത്രമല്ല, വെയിറ്റ് ചെയ്ത് നമ്മുടെ പട്ടികൾ, അതായത് നായ്ക്കളും ഈ പറഞ്ഞ ഈ ജർമ്മൻ ഷെപ്പ് എന്തായിട്ട് പുള്ളിക്കാൻ നല്ല തൈരും അമ്പലത്തിന്റെ ചോറൊക്കെ കഴിക്കുന്ന ആളാണ്. അതിന്റെ കഴിക്കും. അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇല്ല, അല്ല, അല്ല, ഇന്നിപ്പോ വാട്സപ്പ് ഫോണുള്ള എല്ലാ അതെല്ലാം ഒന്ന് നോക്കട്ടെ, കാണാനുള്ളൊരു യോഗം. ഇത് പയറല്ലേ? ഇത് ഇന്ന് ഇവര് വീട്ടിൽ നിന്ന് പിന്നെ വിളവെടുത്താണ്. പയറാണ്. അപ്പൊ ഇന്ന് പയറാണ് വിഭവം. പയറ് തോരൻ. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടല്ലോ. ഉള്ളതാണ്. ഇത് എന്റെ വീട്ടിലത്. ഇത് ഞാൻ കൊല ഇന്ന് കുത്തി. ഈ കൊലയുടെ ഉത്തരവാദിയാണ് ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് പൂമ്പഴാണോ മൈസൂർ പഴാണോ? മൈസൂർ പഴാണ്. അപ്പൊ എന്തായാലും പേരൊന്നും കൂടി പറഞ്ഞ്. ചീര. പേര് റോഷ്ന. റോഷ്ന. ജോസി എന്ന് പറഞ്ഞാൽ കാടാച്ചിറയുടെ താമസിക്കുന്നത്. നമ്മള് കേരള സർക്കാർ ലൈഫ് മിഷന്റെ നേരെ മുന്നിലാണ്. രാമേന്ദ്രൻ കടന്നപ്പള്ളി സാറിന്റെ കയ്യിൽ നിന്ന് കർഷകശ്രീ അവാർഡൊക്കെ വാങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. ചീര. ആ ചോദ്യം പറയാൻ പോകുന്നുണ്ടടി. കൂമ്പ്, കാമ്പ്, കൂമ്പ്, ചേന എല്ലാം ഉണ്ട്. നമ്മുടെ ഷിപ്പ്യാർഡിനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അതെവിടെ? അവര് ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കുന്നവര് പുറത്തു പോകില്ല. ഞാൻ പറഞ്ഞാലും മാത്രമേ അവര് ഇത് അമ്മയാണ്, ഇത് മോനാണ്, ഇത് ലക്കി, ഇത് മണികണ്ഠൻ. 2 പേരാണ്. ഒന്ന് ലക്കിയും ഒന്ന് മണികണ്ഠനും. ഇവരാണ് തൈര്. ഗേറ്റ് തുറന്നിട്ടാണുള്ളത്. പുറത്തേക്കൊന്നും പോകില്ല. വളരെ അനുസരണയുള്ള മക്കളാണ്. തൈരും ചോറ് കഴിക്കും. എല്ലാം കഴിക്കും. കഴിക്കും. ആൾക്കാര് പുറത്തോട്ട് പോയാലും അതാണ് നമ്മള് ഈ വളർത്തു ഗുണം എന്ന് പറയില്ലേ? വളർത്തു ഗുണമാണ്. നിങ്ങള് ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അതിന്റെ ചെടി കണ്ട നമ്മൾ ഇവിടത്തേക്കാൾ നന്നായിട്ട് നമ്മൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പൂന്തോട്ടം നമ്മൾ കണ്ടിട്ടില്ല. വലിയ വലിയ പൂന്തോട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് വരും ക്യാമറയൊക്കെ ആയിട്ട്. തമാശ ചോദ്യം തരാം. മൊബൈലോട് എനിക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി. ഓക്കെ. ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ആളാണ്. ചോദ്യം, അതായത് ഒരു പൂവിന്റെ പേര്. ഓക്കെ. ആ പൂവിന്റെ പേരിന് ചന്ദ്രക്കൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിനുണ്ടാവും, പാത്രത്തിനുണ്ടാവും, സ്ഥലത്തിനുണ്ടാവും, പല വസ്തുവിനുണ്ടാവും. പൂവിന്റെ പേരല്ല. ഒരു പൂവിന്റെ പേരിന് ചന്ദ്രക്കൽ ഇട്ടാൽ മതി. ബാഗിനുണ്ടാവും, ഫോണിനുണ്ട്. പണ്ട് ചോദിച്ച ചോദ്യം എന്താന്നറിയാം? എന്താണ് ഫാസ്റ്റ് ഫുഡ് അതിന്റെ ഉത്തരം. ഓർമ്മയുണ്ട്. പിന്നെ ഒരു തവണ ഞാൻ കണ്ണൂർ കണ്ടിട്ടുണ്ട്. എന്തായാലും വീണ്ടും വീണ്ടും കണ്ട് സന്തോഷം. വീണ്ടും വീണ്ടും കാണാൻ സാധിക്കട്ടെ. സന്തോഷം. താങ്ക് യു. കാണാം. ഓക്കെ 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 ശരി. ഹലോ മോളു. ഹായ്. ഗുഡ് ഈവനിങ്. ഇനി ഇവിടെ ഇനി മോളുടെ പേരെന്ന് പറഞ്ഞേ.
അർച്ച അർച്ചിഷ അർച്ചിഷ ആ അർച്ചിഷ ദാസ് ആ ഓക്കെ അർച്ചിഷായാണ് അർച്ചിഷ ഓക്കെ എത്ര ക്ലാസ് പഠിക്കുന്നത് അർച്ചിഷ 6 പഠിക്കുന്നു എല്ലാം ഉച്ചാരണോ ആ ആ ഏതാ സ്കൂള് സെന്റ് ജീസസ് ഓക്കെ വീട് എവിടെ തില്ലേരി 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 ആ മേഡത്തിന്റെ പേര് ശ്രുതി ശ്രുതി സംഗീതം പഠിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ടീച്ചറാണ് എന്ത് ടീച്ചറാണ് സയൻസ് ആണ് ഓക്കെ അപ്പൊ സംഗീതം അടിപൊളി സംഭവമാണ് അല്ലെ ഓക്കെ അമ്മയുടെ പേര് പത്മ പത്മ ഈ പത്മ അതിന് ഒരുപാട് സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ഒരു അവാർഡും പുരസ്കാരമൊക്കെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഓക്കെ ജോലി എന്തായിരുന്നു മേഡത്തിന്റെ ഹൗസ് വൈഫ് ആണ് ഇനി അമ്മയുടെ പേര് പറ കൈരളി പേര് പേരെന്നാ കൈരളി കൈരളി ഞാന് ഒരുപാട് വർഷമായിട്ട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പേര് വെച്ചിട്ടുണ്ട് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് ഒരു അമ്മയുടെ പേര് കൈരളി എന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അപ്പൊ സ്വാതന്ത്ര്യം കിട്ടി റിപ്പബ്ലിക് ദിനത്തിലാണ് ഞാൻ ജനിച്ചത് ശരി ശരി കൈരളിന്ന് പേര് അത് ശരി ശരിക്കും കൈരളിന്റെ അർത്ഥം എന്താണ് കേരളം കേരളം എന്നുള്ളതാണ് മലയാള ഭാഷയിൽ കൈരളി അതാണ് വളരെ വളരെ സന്തോഷം വെച്ചാല് റിപ്പബ്ലിക് ദിനം എന്ന് ജനിച്ച് അമ്മയുടെ പിന്നെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അതുകൊണ്ട് തന്നെ കേരളം എന്നുള്ളതിന്റെ പേരാണ് കൈരളി എന്നിട്ടിരിക്കുന്നത് കേരളം അല്ലേ വളരെ സന്തോഷം ഓടുകയും അതിന് പേരിന് പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ ഓക്കെ ഏച്ചി ഭാരതി ഭാരതം പിന്നെ ഏട്ടന്റെ പേര് അശോകൻ അപ്പൊ എല്ലാരും ഓരോ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട പേര് സംഭവം പേരാണ് വിജയൻ സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ദിവസം വിജയൻ നേടിയ ദിവസം വിജയനായിട്ട് പറയും തില്ലങ്കയിലാണ് താമസിക്കുന്നത് എല്ലാരും സേനാനി വളരെ സന്തോഷം അപ്പൊ മോനെ കൊണ്ട് വാ ചോദിക്കട്ടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുണ്ട് അച്ഛൻ കിടന്നുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകളെ കൂടിയാണ് നമ്മളിപ്പം പരിചയപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ചെറിയ ചോദ്യം ചോദിക്കുകയാണേ ഉത്തരം ഓൺ സ്പോട്ട് സമ്മാനമുണ്ട് ചെടികളും പൂക്കളൊക്കെ ഒരുപാടുണ്ടല്ലോ വീട്ടില് ഉണ്ടാ ഉണ്ട് മോൾ എത്ര ചെടികളുണ്ട് പൂക്കൾ എത്ര ചെടികളുണ്ട് വീട്ടില് ഒരു 5 പൂക്കളുടെ പേര് പറ വീട്ടിലുള്ള പൂക്കളുടെ പേര് റോസ് ചേമന്തി ചെമ്പരത്തി മുല്ല ഒരുപാടുണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ ചെറിയ ചോദ്യമാണ് അതായത് ശംഖുപുഷ്പം ആ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ എന്താണ് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നത് നിന്നെ ഓർമ്മ വരുന്നു അല്ലേ അപ്പൊ ചോദ്യമാണ് ഒരു പൂവിന്റെ പേരാണ് ആ പൂവിന്റെ പേരിന് ചന്ദ്രക്കല്ലിട്ട് കഴിഞ്ഞാല് എല്ലാ വസ്ത്രത്തിനും ഉണ്ടാവും വസ്തുക്കൾക്കും ഉണ്ടാവും സ്ഥലത്തിനും ഉണ്ടാവും പല പ്രോപ്പർട്ടിക്കും ഉണ്ടാവും പല വസ്തുക്കൾക്കും ഉണ്ടാവും എന്താണ് ഒരു പൂവിന്റെ പേരാണ് ആ പേരിന് ചന്ദ്രക്കല്ലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിനുണ്ടാവും ബാഗിനുണ്ടാവും ഫോണിനുണ്ടാവും പെന്നിനുണ്ടാവും ക്ലിപ്പിനുണ്ടാവും മുടിക്കുണ്ടാവും ഒട്ടുമിക്ക വസ്തുക്കൾക്കും ഉണ്ടാവും എന്താ ഒരു പൂവിന്റെ പേരിന് ചന്ദ്രക്കല്ലിട്ട് കഴിഞ്ഞാൽ ആ പൂവ് ഈ ഫ്ലവർ ഷോയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഈ പൂവ് അങ്ങനെ ആരും വെള്ളം ഒഴിച്ച് വളർത്തുന്ന ഒരു പൂവല്ല മഞ്ചാടിയല്ല അറിയില്ല കുങ്കപ്പൂവല്ല രക്ഷയില്ല ടൈം അതായത് ഒരു പൂവിന്റെ പേര് ആ പൂവിന്റെ പേരിന് ചന്ദ്രക്കല്ലിട്ട് കഴിഞ്ഞാല് എല്ലാ വസ്തുവിനും ഉണ്ടാവും നമ്മുടെ ബാഗിനുണ്ടാവും ഫോണിനുണ്ടാവും മുടിക്കുണ്ടാവും പാത്രത്തിനുണ്ടാവും ഒക്കെ ഉണ്ടാവും എങ്കിൽ ഏതാണ് ആ പൂവ് എന്നാണ് ഒരു പൂവിന്റെ പേര് ചന്ദ്രക്കല്ലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാക്ക് നമ്മുടെ ഡ്രസ്സിനുണ്ട് ബാഗിനുണ്ട് മൊബൈൽ ഫോണുണ്ട് മുടിക്കുണ്ട് എല്ലാം ഉണ്ടാവും ഈ പൂവ് നമ്മളങ്ങനെ ഈ ഫ്ലവർ ഷോയിലൊന്നും കാണൂല അങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ വെള്ളം ഒഴിച്ച് നട്ടു വളർത്താത്ത ചെടിയാണ് സൂര്യകാന്തി അല്ല ഒരു സമയത്ത് നന്നായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും ഇപ്പം അങ്ങനെ പറമ്പിൽ കാണുന്നത് കുറവാ കിട്ടിയോ തുമ്പയോ ചന്തക്ലേട്ട് എന്തെല്ലാം ഉണ്ടാവും ചന്തക്ലേട് തുമ്പ് എന്തിനുണ്ടാവും മുടിക്ക് തുമ്പുണ്ടാവും പിന്നെ മൊബൈലിന് തുമ്പുണ്ട് തുമ്പ് വെച്ചാൽ അറ്റം അല്ലേ പാത്രത്തിനുണ്ടാവും വസ്ത്രത്തിനുണ്ടാവും ഒക്കെ ഉണ്ടാവില്ലേ ഉത്തരം കറക്റ്റ് ആണ് ഉത്തരം തുമ്പയാണ് തുമ്പപ്പൂവിന് തുമ്പ എന്നുള്ള പൂവാണ് ഈ തുമ്പയ്ക്ക് ചന്ദ്രക്കല്ലിട്ടാല് തുമ്പക്ക് എന്തായി തുമ്പായിട്ട് മാറും
സാരിക്ക് തുമ്പുണ്ട്, മുടിക്ക് തുമ്പുണ്ട്, മൊബൈലിന് തുമ്പുണ്ട്, എല്ലാത്തിനും നമ്മുടെ തുമ്പുണ്ട്. അപ്പം തുമ്പ്. വാ, നമസ്കാരം. അപ്പൊ നമ്മൾ ഓണക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന പൂവാണ്. അപ്പൊ ഉത്തരം പറഞ്ഞ ഇതാ, എന്താണ് പേരെന്താണ്? ശ്രുതി. ആ സ്മോളിട്ട് നിൽക്കും. അപ്പൊ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണേ. വണക്കം. അപ്പൊ തുമ്പപ്പൂവ് അതിന് ചന്ദ്രക്കെട്ട തുമ്പായിട്ട് മാറും. അപ്പൊ നമ്മുടെ ഇതിന് തുമ്പുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ തുമ്പുണ്ട്. അപ്പോൾ എല്ലാത്തിനും തുമ്പുണ്ട്. ഉത്തരം പറഞ്ഞ മേഡത്തിന് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം വായിച്ചോളൂ. കൂടെ നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സ്നേഹം. വളരെ സന്തോഷം. ഒരു സല്യൂട്ട് മേഡത്തിന്. താങ്ക് യു. കാണാം. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് പ്രത്യേകതയുള്ള സംഭവം കൂടിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകളെ പരിചയപ്പെട്ടു. ആ അമ്മയുടെ പേര് കൈരളി എന്നാണ്. പിന്നെ അങ്ങനെ അവരുടെ കുടുംബത്തിൽ ഓരോ ആൾക്കും ഓരോ പേരുണ്ട്. അതായത് സ്വാതന്ത്ര്യ സമര വാർഷികത്തിൽ ജനിച്ച മകന് വിജയൻ എന്ന് പേരിട്ടു. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അപ്പം എന്തായാലും നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ കേട്ട അറിവുകളൊക്കെ വളരെ ചുരുക്കമാണ്. കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് അറിവുകളും കാഴ്ചകളും നമ്മുടെ ലോകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അന്വേഷിപ്പിൻ, കണ്ടെത്തും. നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായം.